സന്തോഷം. ആദ്യമായിട്ടാണ് ഇവിടെ ലുലുവിൽ, കോഴിക്കോട് ലുലുവിൽ ഒരു ഇവന്റിന് വരുന്നത്. അത് എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണെന്ന് നിസ്സംശയം പറയാവുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചുമായിട്ട് വരുമ്പോൾ അതിന് ഒരുപാട് സന്തോഷം കൂടും. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത് നമുക്ക് അതിൻ്റെ ഒരു ക്രൂവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ സിനിമയുടെ പിന്നണിയിലുള്ള പേരുകൾ തന്നെ മലയാള സിനിമ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് പേരുകൾ ഇതിലുണ്ട്. മാർട്ടിൻ പ്രക്കാട്ട്, നമുക്കറിയാം, ഒരുപാട് നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകുകയും അതേപോലെ തന്നെ മലയാള സിനിമയുടെ പേര് ഒരു പരിധിവരെ ഇന്ത്യൻ സിനിമയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ആണ്. അതേപോലെ തന്നെ ഷാഹി കബീർ, പോലീസ് കഥകളെന്ന് കേട്ടാൽ ഷാഹി കബീർ എന്നുള്ള പേര് അന്വർത്ഥമാകുന്ന രീതിയിൽ അതും ഒരുപാട് നല്ല മലയാള സിനിമകൾ, പോലീസ് കഥകൾ അദ്ദേഹത്തിലൂടെ നമുക്ക് ഇനിയും ലഭിക്കുമെന്ന് യാതൊരു സംശയമില്ലാതെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഷാഹി കബീർ ഇതിൻ്റെ തിരക്കഥാ സംഭാഷണം രചിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് വന്ന ഛായാഗ്രഹകനും കൂടിയായ റോബി രാജാണ് ഇതിൻ്റെ ക്യാമറ ലഭിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നല്ല സിനിമകൾ, പ്രത്യേകിച്ച് എണ്ണം പറയുകയാണെങ്കിൽ നായാട്ട് പോലെ, ഇലവീഴ പൊഞ്ചിട പോലെ, ഇരട്ട പോലെയുള്ള, കണ്ണൂർ സ്ക്വാഡ് പോലെയുള്ള പോലീസ് ബന്ധമുള്ള സിനിമകൾ, നല്ല സിനിമകൾ നൽകിയിട്ടുള്ള ഒരു പിടി ടെക്നീഷ്യൻസ് ഈ സിനിമയുടെ പിന്നണിയിലുള്ളപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ഇവരുടെ കൂടെ ഓൾമോസ്റ്റ് ഈ സിനിമകളിലൊക്കെ കണ്ണൂർ സ്ക്വാഡ് ഒഴിച്ച് ബാക്കിയുള്ള സിനിമകളിലൊക്കെ സാന്നിധ്യമായിരുന്ന ജിത്തു അഷ്റഫ് എന്ന പുതുമുഖ സംവിധായകൻ ഈ സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനാകുകയാണ്. ജിത്തു അഷ്റഫിനെ നമുക്ക് കണ്ടുപരിചയമുണ്ട്. അദ്ദേഹം ചില സിനിമകളിൽ അത്യാവശ്യം ഞെട്ടിപ്പിക്കുന്ന വേഷങ്ങളും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാഷൻ എന്തായാലും സംവിധാനം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ എന്താണ് മറ്റ് ഇവർ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ പോലീസ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് വരിക എന്നുള്ളത്, അത് ഓഫീസർ ഓൺ ഡ്യൂട്ടി റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം അത്രയ്ക്ക് എഫേർട്ട് അതിനുവേണ്ടി ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ചവരും എല്ലാവരും, ഇതിൻ്റെ പ്രൊഡക്ഷൻ വാല്യൂ നോക്കുകയാണെങ്കിലും ഗ്രീൻ റൂം അതുപോലെ തന്നെ സി പി ചാവർ അദ്ദേഹം നമുക്ക് പരിസരരംഗത്ത് അദ്ദേഹം ഒരു അധികാരിയാണ്. അദ്ദേഹം ഇതിൻ്റെ ഒരു പാർട്ണറാണ്, പ്രൊഡക്ഷൻ പാർട്ണറാണ്. അതുപോലെ തന്നെ രഞ്ജിത് നായർ, വനിത പോലെയുള്ള പത്രമാധ്യമങ്ങളിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹം ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പാർട്ണറാണ്. പിന്നെ ജെയ്ക്സ് ബിജോയ്, ചമൻ ചോക്ക്, അങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് ഇതിലുണ്ട്. കൂടെ ഞാനുമുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഓഫീസ് കഥാപാത്രം പോലീസ് വേഷങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുള്ള കഥാപാത്രമെന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. കാരണം അത്രയ്ക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള എന്താ പറയുക, എനിക്ക് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക പേഴ്സണലി ആണെങ്കിൽ പോലും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കഥാപാത്രമാണ് ഇതിൻ്റെ ഹരിശങ്കർ എന്നുള്ളത്. പ്രിയാമണി ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മനോജ് കെയും ജഗദീഷ് ചേട്ടൻ്റെ ഒരു മനോഹരമായ വേഷമുണ്ട്. പിന്നെ വിശാഖ് നായർ, റംസാൻ, ഉണ്ണിലാൽ, കുറേ പുതിയ താരങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും നല്ല പ്രകടനങ്ങൾ നിങ്ങളുടെ മുന്നിൽ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകുന്ന യാതൊരു സംശയം കൂടെ പറയാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ട്രെയിലർ ലോഞ്ചിലാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാമെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം എന്തായാലും പറയാം, ഈ ഒരു എനർജി, ഈ ഒരു ആവേശം, ഈ ഒരു സ്നേഹം നിങ്ങൾ തരുന്നത് യാതൊരു രീതിയിലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. സോ ഹോപ്പിംഗ് ഫോർ ഓഫീസർ ഓൺ ഡ്യൂട്ടി ടു എന്റർടൈൻ യു ഗൈസ്. ഈ ഒരു സ്നേഹം, ഈ പ്രോത്സാഹനം തീർച്ചയായിട്ടും തിയേറ്ററുകളിലും ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി ട്രെയിലർ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം, ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക, അത്രേ ഉള്ളൂ. ഷൂട്ട് ചെയ്ത് ഇത്ര ടെൻഷനിലായിരുന്നു. സിനിമ തിയേറ്ററിൽ നിന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. കേട്ടില്ല? ഓക്കെ ആണോ? എന്തായാലും പടം 20th ഫെബ്രുവരിയിൽ ഇറങ്ങുകയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, എൻജോയ് ചെയ്യുക, അഭിപ്രായം അറിയിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. പോവല്ലോ, ഒരു കാര്യം കൂടെ ഉണ്ട്. എന്തോ അവസാനം ഒരു പഞ്ച് സാധനം അടിച്ചിട്ട് പോയല്ലോ, ഏതാ ലാസ്റ്റ്? അതൊന്ന് പറഞ്ഞു, ഇവിടെ ഒന്നൊന്ന് പറഞ്ഞു, നമ്മളൊന്ന് കാണട്ടെ, ലൈവായിട്ടൊന്ന് കേൾക്കട്ടെ. ഹലോ ഞാൻ എൻ്റെ ഡാൻസ് ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടത്തൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടിയിട്ടുള്ള നാടാണ് കോഴിക്കോട്. സോ ആ സ്നേഹം ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ഡാൻസർ അല്ലാതെ സിനിമയിലൊരു കഥാപാത്രമായി മാറുന്നത് ഓഫീസറിലൂടെയാണ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യോ?
ഒറ്റക്കൊരു കാര്യമുള്ളൂ, എല്ലാവരും 20-ാം തീയതി തന്നെ പോയി പടം കാണുക. ഇഷ്ടപ്പെട്ട എല്ലാവരും പറയണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം, എന്നാലും നമുക്ക് ഇനി വളരാൻ പറ്റുള്ളൂ. സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുന്നത്. ബിക്കോസ് ഞാനൊരു കോഴിക്കോട്ടുകാരനാണ്. അപ്പോൾ ഞാൻ അഭിനയിച്ചൊരു സിനിമയുടെ ഒരു ലോഞ്ച് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ ഇത്രയും നമ്മൾ കോഴിക്കോട്ടുകാരോട് അങ്ങനെ നിൽക്കാൻ പറ്റും ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. സോ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഞങ്ങളുടെ സിനിമ ഈ വരുന്ന ഫെബ്രുവരി 20 റിലീസ് ആവുന്നുണ്ട്. ട്രെയിലർ ഇഷ്ടമായോ? അടിപൊളിയാണോ? ഓക്കെ, അപ്പം അതേപോലെ ഞങ്ങളുടെ സിനിമയും എല്ലാവരും കൂടി 20-ാം തീയതി കാണണം, സപ്പോർട്ട് ചെയ്യണം. എനിക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണിത്. കാരണം ഈ സിനിമയുടെ ആദ്യത്തെ സമയത്താണല്ലോ കഥയും എഴുത്തുമൊക്കെ. ഈ ഷൂട്ട് തുടങ്ങി ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായതാണ് ജിത്തു സാർ വളരെ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇന്ന് വരെ സിനിമയെ കാണാത്തൊരു ചാക്കോച്ചനെയാണ് കണ്ടത്. ചാക്കോച്ചന് എൻ്റെ വിശ്വാസത്തിൽ ഈ ലൈഫിലെ ഞാൻ കണ്ടത് ചാക്കോച്ചൻ്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കും ഇത്. അത് 100% വിശ്വാസമുണ്ട്. പിന്നെ പുതിയ കുറേ തീപ്പൊരികൾ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ. എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഏറ്റവും വലിയ ആഘോഷം നടന്നത് കോഴിക്കോടുള്ളവർ ഇങ്ങോട്ട് വിളിച്ച് വന്നിട്ടാണ് ജോസഫിൻ്റെ ഒരു 50-ാം ദിവസത്തിൻ്റെ വിജയം ആഘോഷിച്ചത്. അതേ കണക്ക് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇത്രയും ഞാൻ പ്രതീക്ഷയില്ല. ഞാൻ വിശാഖിനോട് പറയായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ വന്ന് ഞങ്ങളെ ഇത്രയും വലിയ ക്രൗഡ് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഇതിലും വലിയൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാനില്ല. സോ 20th വരിക, എല്ലാവരും വരിക, ഞങ്ങളുടെ ഫിലിം കാണുക. ഇഷ്ടമായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഹായ് എവ്രിവൺ, എൻ്റെ പേര് ലയ. എൻ്റെയും ആദ്യത്തെ പടമാണ്. കുറേ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരെ നിർത്താൻ പറ്റിയ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പടം 20-ാം തീയതി പോയി കാണണം. താങ്ക് യു സോ മച്ച്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഞാൻ വളരെ ചെറിയൊരു കഥാപാത്രമാണ് ചെയ്തത്. പക്ഷേ ഇത്രയും അടിപൊളി ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. എസ്പെഷ്യലി ചാക്കോച്ചിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഇറ്റ് വാസ് ലൈക്ക് ഡ്രീം കം ട്രൂ ഫോർ മീ. താങ്ക് യു ചാക്കോച്ച ഫോർ ദാറ്റ്. താങ്ക് യു ജിത്തു സർ ഫോർ ദാറ്റ്. അതേപോലെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു ക്രൈം ഡ്രാമയാണ്. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നീഷ്യൻസ് വർക്ക് ചെയ്ത സിനിമയാണിത്. അപ്പം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക.